അല്ല ഞാൻ ഉള്ള പൈസ ഒന്നും ഇല്ലല്ലോ. അല്ല കാശ് വരട്ടെ. ഉള്ള പൈസക്ക് ഒത്തിരി ചെറിയ സംശയമുണ്ട്. എന്താ സംശയം? അച്ഛൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചത് നല്ല വിദ്യാഭ്യാസ കൊള്ളയില്. ഇനി നോക്കണം. ഇതൊന്ന് വായിച്ചു തന്നെ. ഫണ്ട് കളി താഴത്തെ ആനിമോൾ. ഫണ്ട് കളി ആനിമോൾ അങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത്. പിന്നെ അല്ല എന്തോന്ന് പണ്ട് കളി ആനിമോൾ എന്തോ ചെയ്ത്. പക്ഷെ ഇത് വായിക്കേണ്ടത് അങ്ങനല്ല. പന്ത് കളി അനിമൽ. ഇങ്ങനെ എഴുതി അങ്ങനെ വായിക്കൂടാ. ഇതിപ്പോ എഴുതിയേക്കുന്നത് പണ്ട് കളി ആനിമോളിനാണ്, പക്ഷെ വായിക്കേണ്ടത് പന്ത് കളി അനിമൽ. പന്ത് കളി പന്ത് കളി വായിക്കാൻ പറ്റുള്ളൂ. ഇതാര് പറഞ്ഞത്? പുന്നാര സഹോദരി പറഞ്ഞതാണ്. ഇതങ്ങനെയാണ് വായിക്കേണ്ടത്, അതാണ് എഴുതിയേക്കുന്നത്. ഭയങ്കര തർക്കമാണ്. ഓ തങ്കം ഇപ്പൊ കിട്ടിപ്പോ പൊളി. തങ്കം ചമ്മി മുഖം കാണണം. എന്താ ഞാൻ ഇതെന്തിടാ നിന്നെ പഠിക്കാനല്ലേ ഇവിടെ ഇരുത്തിയത്? ഞാൻ എന്തിടാ അവിടെ വന്നിരിക്കണത്? പഠിക്കാൻ വന്നേ. നീ ഇതെന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചു നോക്ക്. പന്ത് കളി അനിമല്. പന്ത് കളി അനിമല്. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നീ എഴുതിയാണത്? കറക്റ്റ് ആയിട്ട് എഴുതിയത്. എന്താ എനിക്ക് പണിയുണ്ട് അടുക്കളയില്. എന്താ ഇതെന്താ എഴുതിയിരിക്കുന്നത്? അതല്ലേ പറഞ്ഞത് പന്ത് കളി. മനസ്സിലിരിക്കണം മക്കളെ. വന്നാടി നീ ചെണ്ട എന്ന് എഴുതിയാണ്. അപ്പൊ നീ ചന്താന്ന് എഴുതിയ. നിനക്ക് എന്തിടാ ഇറക്കാ? ചണ്ട. ചണ്ട ചന്ത. ചെണ്ടക്ക് ചെന്തയെന്നും ചന്തക്ക് ചണ്ടയെന്നും. നീ പണ്ട് കളി എന്നാണ് എഴുതിയിരിക്കുന്നത് ആദ്യം. ഇത് ഇന്ദയാണ്, നായും തായും കൂടെ ചേർന്നത്. ഇത് ഇണ്ടയാണ്. ആണോന്നോ? ഇതിനാണ് നീ കൊച്ചിനെ എത്ര പിടിപ്പിച്ചോണ്ടിരുന്നത്? എന്തോരം അടിയും പിച്ചും കൊടുത്തോന്നറിയോ ആ ഡൈനിങ് ടേബിളോട് ഇട്ട്. ആരെങ്കിലും എവിടത്തെങ്കിലും കൊച്ചുങ്ങളെ കണ്ട എന്തെങ്കിലും പറഞ്ഞു കരുതി ആ കൊച്ചിനെ പോലെ നമ്മളെ കൊച്ചിനെ വളർത്തരുത്. അവനായിട്ട് വളർത്തടി. പോത്തുപോലെ വളർന്നിട്ട് എഴുതാനും വായിക്കാൻ അറിഞ്ഞു. എന്താന്ന് എന്താ പറഞ്ഞു? പോത്തുപോലെ വളർന്നിട്ട് എഴുതാനും വായിക്കാനും നിനക്ക് അറിഞ്ഞൂടന്ന്. എടാ പള്ളിക്കൂടത്തിൽ പോണത് പഠിക്കാനായിരിക്കണം, അല്ലാതെ കൊച്ചിനെ പഠിപ്പിച്ചു കൊടുക്കരുത്. പിടിച്ചോ.